ഈ അതിക്രൂരമായ തൊഴിൽ പീഡനത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ടർ ഷീന മാർട്ടിനാണ്. ഷീന തന്നെ നമുക്കിപ്പം ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട് ഹലോ മലയാളത്തിൽ. ഷീന, ഗുഡ് മോർണിംഗ്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ഈ വാർത്ത പുറത്തുവിട്ടു. അതിന് പിന്നാലെ കേരളം ഈ വാർത്ത ഏറ്റെടുത്തു. വിവിധ തലങ്ങളിൽ നിന്ന് നടപടികളുണ്ടായി. പോലീസ് നടപടി സ്വീകരിച്ചു. തൊഴിൽ വകുപ്പിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതൊരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഷീന, ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, 2012 ഇപ്പോൾ 2025 നമ്മൾ നിൽക്കുന്നത്. അതായത് 10-13 വർഷങ്ങൾക്ക് മുൻപ് ഇതേ കമ്പനിക്ക് നേരെ സമാനമായ രീതിയിൽ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഒരു നടപടിയും അന്നുണ്ടായില്ല. ഒരു തരത്തിലും ചർച്ചകൾ ഉണ്ടായില്ല. ആ കമ്പനി അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലും പ്രാകൃതമായ രീതിയിൽ വീണ്ടും ഉദ്യോഗാർത്ഥികൾ പെരുമാറുന്നു, അവർക്കെതിരെ ക്രൂരത കാട്ടുന്നു. തൊഴിൽ ചൂഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ഈ വിഷയത്തിൽ ഇന്നലെ ഈ വാർത്ത വന്നു, പൊതുസമൂഹം ചർച്ച ചെയ്തതിന് പിന്നാലെ ഉണ്ടായ നടപടികൾ എന്തൊക്കെയാണ് ഷീന? അതിലേക്ക് തന്നെ ആദ്യം പോകാം. സേതുലക്ഷ്മി, ഇന്നലെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വിവിധ സംഘടനകളുടെ പ്രതിഷേധമാണ് ഉണ്ടായത്. ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നു. കമ്പനി അടച്ചുപൂട്ടുന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് എത്തുന്നു, പോലീസ് അന്വേഷണം നടത്തുന്നു. ജില്ലാ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിലടക്കം ഇത്തരത്തിൽ ഒരു ഫ്രാഞ്ചൈസിയുള്ള മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ പരിശോധനകൾ നടക്കുന്നു. അതിനുശേഷം പിന്നീട് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചില്ല എന്ന് പോലീസുകാർ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ നമ്മൾ ഇപ്പോഴും പറയുന്നു, അടുത്ത മണിക്കൂറുകളിൽ വരാൻ പോകുന്ന വാർത്ത, അതായത് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിരുന്നു, ആ പരാതിയിന്മേൽ നടപടി ഉണ്ടായില്ല എന്നുള്ള വാർത്തകൾ പുറകെ വരും. അതിന് മുൻപ് തന്നെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് ഇതുവരെ ഇവിടെ പരാതികളൊന്നും തന്നെ ഇല്ല, അതുകൊണ്ട് അങ്ങനൊരു റിപ്പോർട്ട് ലേബർ കമ്മീഷണർക്ക് കൊടുക്കാൻ പോവുകയാണ് എന്നുള്ള തരത്തിലാണ് വന്നത്. പക്ഷേ മാനേജറുമായും ബന്ധമുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടത്. അതായത് ഇന്നലെ അവർ പറഞ്ഞത് മാനേജർമാരെ ഞങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ജോയ് ജോസഫ് എന്ന എനിക്ക് മാനേജറെ അറിയില്ല എന്നാണ് പാലാരിവട്ടം SIയോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന രേഖകളും ശബ്ദരേഖകളുമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് 30 വർഷം മുൻപ് നമ്മുടെ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ 30 വർഷമായി കേരളത്തിൽ തുടരുന്ന വലിയൊരു ക്രൂര കൃത്യമാണിത്. ഇത് നമ്മൾ ഇന്നലെ ഒരു വാർത്ത കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് ഇന്നലെ ഇത് ക്രിയേറ്റ് ചെയ്തെടുത്തു എന്നാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് 2014-ലും 2012-ലും ഒക്കെ ഈ സ്ഥാപനത്തിനെതിരെ കേസുണ്ടാവുക? അതാണ് ചിന്തിക്കേണ്ടത്. അതായത് ഈ കേസ് തുടങ്ങിയത് 13 വർഷങ്ങൾക്ക് മുൻപും 14 വർഷങ്ങൾക്ക് മുൻപും ഇതുപോലൊരു ക്രൂരത പുറത്തു വന്നിട്ട് പോലും അതിനെതിരെ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ചെയ്തു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശരി ഷീന, ശ്രദ്ധേയം മാത്രമല്ല ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. മാത്രമല്ല ഇതിൽ ഇനിയും വ്യക്തത വരേണ്ടത് എന്താണ് ഈ മാർക്കറ്റിംഗ് കമ്പനികൾ, ഇതിൽ എത്ര തൊഴിലാളികളുണ്ട്? ഇവരെല്ലാം ഈ പറയുന്ന തൊഴിലാളികളൊക്കെ ഈ MBA സ്റ്റുഡൻസ് തന്നെയാണോ? എന്താണ് ഇയാൾ ഈ ക്രൂരത കാട്ടുന്നത് കൊണ്ട് ഈ കമ്പനി ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇങ്ങനത്തെ ഒരു ട്രെയിനിങ് കൊടുത്തത് കൊണ്ട് ഇവർ ഏത് തലത്തിൽ മെച്ചപ്പെടുമെന്നാണ് ഈ കമ്പനി വിചാരിക്കുന്നത്? തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്.